വാർദ്ധക്യത്തിന്റെ വിരസതകളിൽ നിന്നു മാറി മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരാൻ ഉല്ലാസയാത്രയുമായി കൊളച്ചേരിയിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി. വയോജന സൗഹൃദം ഗ്രാമം എന്ന പേരിൽ മുസ്ലിം ലീഗ് കയ്യങ്കോട് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കോടിപ്പൊയിൽ മുസ്തഫ ഫ്ളാഗ് ഓഫ് ചെയ്താണ് വിനോദയാത്രയ്ക്ക് തുടക്കമായത്. വാർഡിലെ വയോജനങ്ങളുടെ ഒത്തുചേരലിനും സൗഹൃദം പുതുക്കലിനും ഈ യാത്ര വേദിയായി. പാട്ടുകൾ പാടിയും തമാശകൾ പറഞ്ഞും ഓരോരുത്തരും യാത്രയിലുടനീളം ആവേശഭരിതരായി. പ്രായത്തിന്റെ അവശതകൾ മറന്ന് പുതിയ കാഴ്ചകൾ കണ്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ചും അവർ ഒരു ദിനം അവിസ്മരണീയമാക്കി. യാത്രയിലുടനീളം വയോജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കാൻ ഭാരവാഹികൾ സജീവമായി കൂടെയുണ്ടായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വരും നാളുകളിലും തുടരുമെന്ന് വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വയോജനങ്ങൾക്ക് സ്നേഹത്തിന്റെ തണലൊരുക്കി മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കയ്യങ്കോട് മുസ്ലിം ലീഗ് കമ്മിറ്റി വാർഡ് മെമ്പർ ഫസീല പിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യഘട്ട യാത്രയിൽ 25 പേർ പങ്കെടുത്തു. 55-നും 85-നും ഇടയിൽ വയസ്സുള്ള 25 വയോധികരോടൊപ്പം 5 വനിതാ വളണ്ടിയറുടെ സേവനവും യാത്രയിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് തന്നെ അപൂർവ കാഴ്ചയായ കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെ പെറ്റ്സ് സ്റ്റേഷനിലെ അപൂർവ ദൃശ്യാനുഭവം വയോധികരെ അത്ഭുതവും ആഹ്ലാദവും നിറയ്ക്കുന്ന അനുഭവമായി മാറ്റി. തുടർന്ന് പുതിയങ്ങാട് കടലോരത്തെ ചൂട്ടാട് ബീച്ചിലെ മനോഹര കാഴ്ചകളും വീശിയടിക്കുന്ന ഉപ്പുരസമുള്ള കാറ്റും ആസ്വദിച്ച് മണൽത്തരികളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് രാത്രി 7 മണിയോടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ വിനോദയാത്ര അക്ഷരാർത്ഥത്തിൽ മനസ്സു നിറഞ്ഞ യാത്രയായി മാറി. ബ്ലോക്ക് മെമ്പർ ഫൗസിയ KCP, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, അഫ്സൽ കയ്യങ്കോട്, കുഞ്ഞിക്കുട്ടി ഹാജി, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ യാത്രയെ അനുഗമിച്ചു. വാർഡിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ മെമ്പറുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഇവർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ഏരിയ അതാണ് എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിന് മേൽപോട്ടുള്ള ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകളുടെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എനിക്ക് ഏറെ സന്തോഷവും താല്പര്യവും ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പുതിയ ലോകത്തിൽ നമ്മളെല്ലാം ഓരോ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാ, ഇനി എനിക്കൊന്നും കഴിയില്ല, എന്റെതെല്ലാം കഴിഞ്ഞു, ഇനി ഉള്ളതെല്ലാം എന്ന് പറയുന്ന ഒരു